എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ്. മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ബ്ലഡ്. അത് ആ സോങ് കണ്ടപ്പോഴേ മനസ്സിൽ വിചാരിച്ച അതെ, ഇത് പണി എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ടെന്ന് അതേപോലെ തന്നെ വന്നു. കുറച്ച് സമയം എടുത്തിട്ട് വരുള്ളൂ എന്ന് കരുതിയത്, കുറെ നേരം ഒന്നും കാത്തൊന്നുമില്ല, യൂട്യൂബ് നേരിട്ട് പണിത്. കാരണം സോങ്ങിന്റെ ടൈറ്റിൽ പോലെ തന്നെ ബ്ലഡ്. അതെ, ബ്ലഡ് കൊണ്ടൊരു എന്താ പറയാ ആറാട്ട്. അതെ, അതായിരുന്നു അവസ്ഥ. ഓ, എന്നെ വിളിച്ചോ അണ്ണനോ? അണ്ണൻ. ആറാട്ട് അണ്ണനെ അല്ല ഉദ്ദേശിച്ചത്, ഈ അണ്ണനെ ഉദ്ദേശിച്ചത്. ഒരു കൈ തരരുത്. ഓക്കെ, എന്തായാലും ബ്ലഡ് കൊണ്ടുള്ള കളിയാണ് ഇതിന്റെ വീഡിയോയിൽ മൊത്തത്തിലുള്ളത്. പക്ഷെ ഇത് ഒരു കാർട്ടൂൺ രീതിയിൽ ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ക സംഭവം എന്താന്ന് പറയാ, അതായത് കാർട്ടൂൺ പരിപാടി ആകുമ്പോ ബ്ലഡ് കൊണ്ടുള്ള സംഭവം ശരിക്കും വയലേഷനിൽ വരില്ലല്ലോ. കാർട്ടൂൺ പോലെ ആകുമ്പോ വരില്ല, പക്ഷെ അത് അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യൂട്യൂബർക്ക് മനസ്സിലായി. അതെ, നമ്മളെ പറ്റിക്കാൻ നോക്കിയോ, പക്ഷെ നടക്കൂല മക്കളെ. അയ്യോ, എന്താണെങ്കിലും സോങ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വന്നപ്പോ തന്നെ കണ്ടതാട്ടോ. ഒരു രക്ഷയില്ല, ഭീകര സാധനമാണ്. സൂപ്പർ ചെയ്തു വെച്ചിരിക്കുന്നത്, ഗംഭീര ഐറ്റം. വീഡിയോ സൂപ്പർ, കിടിലൻ മ്യൂസിക്, കിടിലൻ ലിറിക്സ്, അടിപൊളി ഒരു വൈബ്, വേറെ ലെവൽ സാധനം. കേട്ടപ്പോ ഒരു പ്രത്യേക മൂഡാട്ടോ സാധനത്തിന്. നമ്മള് റിയാക്ഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് തന്നെയാണ്. പക്ഷേ അറിയായിരുന്നു എന്താണെങ്കിലും ഇതിന് എന്തോ ഒരു പണി ഉറപ്പായിട്ടും കിട്ടുമെന്ന് അറിയായിരുന്നു. ഞങ്ങൾക്ക് ധൈര്യം വന്നില്ല, അതാണ് സത്യം. എന്തായാലും ഇവരുടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് സമയത്ത് നിന്നിട്ടുള്ളൂ, അതിനുശേഷം വയലേഷൻ കിട്ടിയിട്ട് ഈ വീഡിയോ അടിച്ചുപോയി. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നതാണ്: അൺഫോർച്ചുനേറ്റ്ലി മാർക്കോ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് യൂട്യൂബ് വീഡിയോ വാസ് ടെമ്പററിലി ടേക്കൺ ഡൗൺ ഡ്യൂ ടു ക്ലൈംസ് ദാറ്റ് അവർ കണ്ടന്റ് പ്രൊമോട്ട്സ് എക്സ്ട്രീം വയലൻസ് വൈൽ ദിസ് വാസ് നെവർ അവർ ഇന്റൻഷൻ. അല്ല, ഈ സോങ് ഇങ്ങനെയാണെങ്കിൽ ഈ സിനിമ എങ്ങനെയുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നത്. പറയാൻ വരുന്നേ ഉള്ളൂ. വി ആർ റിവൈസിങ് ദി വീഡിയോ ടു മീറ്റ് ഗൈഡ് ലൈൻസ് ആൻഡ് വിൽ റീ അപ്ലോഡ് ഇറ്റ് സൂൺ. അതിനുശേഷം അത് വന്നു കേട്ടോ. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇവർ കട്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ സംശയിച്ചൊരു സംഭവം കറക്റ്റ് തന്നെയാണ്. അതായത് ഈ കാർട്ടൂൺ രീതിയിലുള്ള സംഭവം ഉണ്ടല്ലോ, അപ്പോൾ ലിറിക്സിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോ ടൈപ്പ് പരിപാടി ഉണ്ടല്ലോ, അത് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ബാക്കി കട്ട് ചെയ്തു, കുറച്ച് വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നത്. അതെ, കൈയും കാലും ഇങ്ങനെ വെട്ടുന്നതും പീസ് ഇങ്ങനെ തെറിച്ചു പോകുന്നതും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് സപ്പോർട്ട് ടീം മാർക്കോ, ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ ഇതാണ് അവർ തന്നിരിക്കുന്ന ഒരു സാധനം സംഭവം. അതുകൊണ്ട് തന്നെയാണ് അടിച്ചു പോയത്. ഇപ്പം നമ്മളിത് ചെയ്യുമ്പോൾ നമുക്കും ഈ പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെറുതായിട്ടൊന്ന് ചില ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സോങ്ങിന് എന്തായാലും പണി കിട്ടും, ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ കാണാം. റിയാക്ഷൻസ്, സോങ് ആയിട്ടുള്ള റിയാക്ഷൻസോ ആ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ആ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കാണാം. നല്ല രസമുള്ള വീഡിയോ ആണത്. അത് കണ്ടില്ലേ വൻ നഷ്ടമാണ്. അതെ, ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ വരുന്നുണ്ട്, ത്രില്ലടിക്കുന്നുണ്ട്, പക്ഷെ പേടിപ്പിക്കുന്നുണ്ട്. ശരിക്കും ഇത് വയലൻസ് കൂട്ടി 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 ഭീകരമാക്കി സിനിമ കൊളാക്കുന്നുള്ള പേടിയുണ്ട്. പക്ഷെ എന്നാ അത് കാണാൻ കാത്തിരിക്കുന്നുണ്ട്. അതെ, അത് ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആ ചവിട്ടുന്ന സമയത്ത് ബ്ലഡാണ് തെറിക്കുന്നത്, പക്ഷെ അതൊക്കെ ഫോട്ടോ രീതിയിലുള്ള സംഭവമാണ്. ഇതുണ്ട്, അതൊക്കെ സ്റ്റിൽസ് തന്നെയാണ് ശരിക്കും. ഇതിലൊന്നും വേറെ ഒന്നുമില്ല. ചെറിയ ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴാണ് മറ്റേ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് കൈയൊക്കെ കട്ട് ചെയ്ത് വലിച്ചെറിയുന്നതും പിന്നെ ഇങ്ങനെ മറ്റേ എന്തായാലും പറയാ കോടാലി കൊണ്ട് ഭീകരമായിരുന്നു. ഇത് കണ്ടില്ലേ, ലിറിക്സ് എഴുതി കാണിക്കുന്നത് തന്നെ ബ്ലഡിന്റെ സ്പാഷാണ്. ഇത് തീ ഐറ്റം ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. പേടിയും വേണം, അത് വേണം. കാരണം എന്താ അറിയോ, അത് സർട്ടിഫിക്കറ്റിൽ നിൽക്കുമെന്നുള്ളതാണ്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാലേ അത് പോയി. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ പറയുക, അതായത് ഈ ഒരു സമീപനം, ഇങ്ങനത്തെ ഒരു വയലന്റ് സിനിമ അത് മലയാളത്തിൽ നിന്ന് വരുമ്പോൾ അതൊരു ഭീകരമായിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് എന്താ പറയാ, ഭയങ്കരമായിട്ട് പ്രതീക്ഷ കൂട്ടുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പേടിയും തരുന്നുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞ ചില സാധനങ്ങൾ, അയ്യോ അതൊക്കെ കൊടൂരാണ്. അതൊന്നും വയലൻസ് എന്നുള്ള രീതിയിൽ പോലും എടുക്കാൻ പറ്റില്ല.
അത് അങ്ങനത്തെ ഒരു സാധനം, ഭീകര സാധനം. ശരിക്കും നമ്മൾ ശരിക്കും സിനിമ കണ്ടിട്ട് ആകെ കയ്യിൽ നിന്നൊക്കെ പോയി ആകെ വേറൊരു മൂഡിലൊക്കെ പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ട്. അതെ, അതൊരു സത്യമാണ്. എന്തായാലും എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. എന്തായാലും ബാക്കി കാണാം. ഇതൊക്കെ എന്താ ഷോട്ട്, ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ത്രില്ലാവുന്നുണ്ട് ശരിക്കും അല്ലേ? മുടിഞ്ഞ ലുക്കും ലുക്കിന്റെ അമ്മോ സ്റ്റൈലിഷ് ലുക്കാണ്. ഇതൊക്കെ ബ്ലഡ് ഒരേ കളിയാണ്. ചോര തളം കെട്ടി കിടക്കുന്നിടത്താണ് ആളുടെ പരിപാടി മൊത്തം. ഇതൊക്കെ പിന്നെ ഭയങ്കര അതിൽ തന്നെയല്ലേ വരിക സാധനേ. ഇപ്പൊ നമ്മളിതൊക്കെ പറയുന്നതിന് ഇതും കിട്ടുമെന്നാവല്ലേ? അത് പറഞ്ഞൂടാ. ഇതൊന്നും ആരും അനുകരിക്കരുത്, ഇതാരും ചെയ്യരുത്, ഇതൊക്കെ സിനിമക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. ഡിസ്ക്ലൈമർ അങ്ങനെ പോട്ടെ. പറഞ്ഞു ഓ ചേസിങ് നമ്മൾ ഇത് കാണാനാട്ടോ. പിന്നെ ഗോൾഡ് എന്തായാലും ഡെപ്സിയാണ് ഈ സോങ് പാടിയുള്ളത് കേട്ടോ. പക്ഷെ ഡെപ്സിന്റെ ഒറിജിനൽ വോക്കൽ അല്ലല്ലേ. ചെറുതായിട്ടൊന്ന് എഫക്റ്റ് ഒക്കെ കൊടുത്ത് കുറച്ച് പരിപാടി ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ ഉള്ള വരികളൊക്കെ മനസ്സിലാവുന്നുണ്ട്, പിന്നീട് മനസ്സിലാവുന്നേ ഇല്ല. സ്പീഡൊക്കെ കൂടുന്ന സമയത്ത് എന്താ പറയണെന്ന് പോലും തിരിയുന്നില്ല. ഇവിടെ എഴുതി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവൂല എന്താ പറയണെന്ന്. സത്യവും അങ്ങനെ ഭയങ്കര ഇതായിട്ടുണ്ട്. പക്ഷെ ഈ സോങ് ഫുള്ളായിട്ട് കേട്ടിരിക്കുമ്പോഴാണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത മൂഡ്. അത് കൂടുതൽ അർത്ഥങ്ങളിലേക്ക് ആളെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാതിരുന്നത് നമ്മൾ അത് എൻജോയ് ചെയ്ത് മാത്രം ഇരിക്കാം. അതിന്റെ ലിറിക്സ് കേൾക്കാനോ ഒന്നും പോകരുത്, എങ്കിലും ഓക്കെയാണ്. ലിറിക്സ് നോക്കണമെങ്കിൽ വായിച്ചു നോക്കാം, അപ്പൊ അത് സൂപ്പർ ലിറിക്സാ. പക്ഷെ ആള് പാടിയത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു തേങ്ങ മനസ്സിലാവില്ല. എന്തായാലും കൊടൂര പരിപാടിയാണ്. ഒന്നൊന്നര ഐറ്റം. ഇതൊക്കെ എന്താ അതൊക്കെ കണ്ടപ്പോ ഞെട്ടി ശരിക്കും. എന്ത് ജാതി ഐറ്റം ചെയ്തു വെച്ചേക്കണേ. കണ്ടെയ്നർ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു പുറത്തു വന്നുള്ളത്. അടിപൊളി സാധനം മുകളിൽ നിൽക്കുന്നത്. അമ്പോ ഇതിന്റെ മുൻപുള്ള സീനാട്ടോ കട്ട് ചെയ്തുള്ളത്. അതിലായിരുന്നു മൊത്തം മറ്റേ വെട്ടലും കുത്തലും എല്ലാം ഭയങ്കര ഭീകരമായിട്ട് കാണിച്ചു. അതിനുശേഷമാണ് ആ ഒരു ബ്രിഡ്ജില് ആ എല്ലാ ആൾക്കാരും അവിടെ അതെ കുറെ പേരിങ്ങനെ ചത്ത് കിടക്കുന്ന പോലെ കിടപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചോക്കാണ് ഈ 3.5 മിനിറ്റ് ഒരു സോങ്ങില് ഇങ്ങനെയായുള്ള സാധനമാണെങ്കിൽ സിനിമ എന്തായിരിക്കും. ചോരയും കൊണ്ടുള്ള കഥയായിരിക്കും. അല്ല ടീസർ ഇങ്ങനെ ഇത് ടീസർ വന്നല്ലോ അന്ന്, അതിൽ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഉണ്ടായിരുന്നു. ചെവിയൊക്കെ കടിച്ചിട്ട് കൊന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇനി ഇതിന്റെ ട്രെയിലർ വരാനുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇതിപ്പോ സിനിമ കാണുമ്പോൾ സിനിമയിൽ ഫുള്ള് ബ്ലറായിരിക്കുമല്ലോ. സിനിമ കാണുമ്പോൾ സിനിമയിലൊന്നും ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, മൊത്തം ബ്ലറായിരിക്കും. ഏതാ ഉണ്ണിമൂന്നൻ, ഏതാണ് വില്ലൻ, ഏതാണ് സിദ്ദീഖ്, ഏതാണ് ജഗദീഷ് ഒന്നും മനസ്സിലാവില്ല. ടീസർ സെൻസർ ബോർഡ് കട്ട് ചെയ്തു, പ്രശ്നമായപ്പോ അത് ബ്ലറാക്കി. തിയേറ്ററിൽ ഇപ്പോ അതിന്റെ ടീസർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബ്ലറാക്കിയിട്ടുള്ളതാണ്. അതായത് ചെവി കളിച്ചു പിടിച്ചേക്കുന്ന ചെവിയാണ് നമുക്ക് മനസ്സിലാവൂല, ബ്ലറാണ്. പിന്നെ നമ്മൾ ആദ്യം അതിന് മുന്നേ അത് കണ്ടതായതുകൊണ്ട് അത് ചെവി അടിച്ചു. ഇപ്പൊ സിനിമ വരുമ്പോ പല സാധനങ്ങളും നമ്മൾ ഊഹിച്ചെടുക്കേണ്ടി വരും. ഇത് അത് ആ സാധനമാണ് കേട്ടോ. അല്ലേ ഉണ്ണിമുന്നനും തന്നെ മനസ്സിലാവില്ല. അതാ ഫുള്ള് ബ്ലഡിലല്ലേ മുഖം, ബ്ലഡിലുള്ളടത്തൊക്കെ വായിച്ചോ. അപ്പൊ സിനിമ മൊത്തം ബ്ലറില്. അപ്പൊ ഞാൻ കില്ലിന്റെ ഒക്കെ അപ്പുറമായി കഴിഞ്ഞാൽ ചിലപ്പം സർട്ടിഫിക്കറ്റ് മാറിയേക്കാം. കില്ലിലൊന്നും ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണല്ലേ, കില്ലിലുണ്ട് വെട്ടിക്കീറുന്നതും ഇങ്ങനെ പുറത്തെടുക്കുന്നതും. കില്ലിന്റെ അപ്പുറത്തേക്കൊക്കെ ആയിരിക്കും അല്ലേ? അത് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ്. അല്ല അങ്ങനെയാണെങ്കിൽ മറ്റേ ഈ ഓവർസീസിലൊക്കെ ഇത് എങ്ങനെ കളിക്കുക, ബാൻ കിട്ടൂലേ? ഒരു ഐഡിയ ഇല്ല. കാരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ സാധാ ഒരു വയലൻസ് ഉള്ള സാധനങ്ങൾ പോലും അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അതെ, ഭീഷ്മപർവ്വത്തിലെ ആ ഫൈറ്റ് സീനൊക്കെ അല്ലേ, അത് വരെ കട്ട് ചെയ്തു. അതൊന്നും ഓവർസീസിൽ കളിച്ചിട്ടേ ഇല്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും പാട്ടം ഒരു ഭീകര സാധനം തന്നെയായിരിക്കും. അത് എങ്ങനെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതൊക്കെ വിട്. നമ്മൾ ഇതുവരെ വന്നേക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഭീകരം, അത് നമ്മൾ നല്ലതിനും ഭീകരം എന്ന് പറയും, കുറച്ച് കൂടിയ സാധനങ്ങൾക്കും ഭീകരം. അതെ, ഈ ഭീകരതയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഭീകരമായിട്ടുള്ള സാധനമായിരിക്കും തരാൻ പോകുന്നത്. പക്ഷെ എന്തായാലും കത്രിക വെച്ചിട്ടുള്ള പരിപാടി ജനങ്ങൾക്ക് ഇതിനോടുള്ള താല്പര്യം എപ്പോഴും ഒന്ന് കുറയ്ക്കും. ഇപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ അങ്ങനെയാണ്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ വന്നു, അത് ഒരു 20 മിനിറ്റിൻ്റെ അടുത്തോളം നിന്നിട്ടുണ്ട് തോന്നുന്നു. ആൾക്കാർ കണ്ടു, എൻജോയ് ചെയ്തു. പക്ഷെ അതിന് ശേഷം അത് പോയി വീണ്ടും റീ അപ്ലോഡ് ചെയ്തു. ഏത് എഡിറ്റഡ് വേർഷൻ, കത്രിക വെച്ചത്.
അപ്പോൾ പൊതുവെ ഈ സാധനം വന്നിട്ടുണ്ട്. അത്ര സംതൃപ്തി കിട്ടൂല ആളുകൾക്ക്, അതൊരു പ്രശ്നമാണ്. എന്താണെങ്കിലും കാത്തിരിക്കാം. ഡിസംബർ 20 അല്ലേ, ഡിസംബർ 20 വേണ്ടിയിട്ട്. അതിന് മുന്നേ ഇനി ഒരു ട്രെയിലറും കൂടി വരാണ്ട്. പടച്ച തമ്പുരാനെ എന്തായിരിക്കും ആലോചിക്കാൻ വയ്യ. അതും കൂടി വന്നു കഴിഞ്ഞാല് തീരുമാനമായി. അപ്പൊ എന്തായാലും കാത്തിരിക്കാം. എന്താണ് ആ പോസ്റ്റർ? ഒരു രക്ഷയില്ല. ഉണ്ണികുന്നിന്റെ സ്റ്റൈല്, ചങ്ങായികളും ഏത് ജാതി ലുക്കാണെന്നാണ് ആലോചിക്കുന്നത്. അതെ, അത് കോസ്റ്റ്യൂമിലൊക്കെ കണ്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഭീകര ലുക്ക്. പോവാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.